ഇന്ന് നമ്മളിവിടെ ഞാൻ സംഗമിച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്താണ് ഗഫൂർ CPIയിലെ തുവൂർ ടൗൺ ലോക്കൽ സെക്രട്ടറി കൂടിയാണ്, ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് ഗഫൂർ. ആ ഗഫൂർ ഞാനും ഈ ഇലക്ഷന് മുമ്പ് ഞങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ധാരണയിലെത്തിയിരുന്നു. വെറ്റി വെച്ചിരുന്നു തന്നെ പറയാം, വെറ്റി വെച്ചിരുന്നു. എന്താ വെച്ചാൽ വിഷയമൊന്നുമല്ല, സ്വരാജ് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം എന്നേക്കുമായി അവസാനിപ്പിക്കും, പൊതുപ്രവർത്തനം നിർത്തിവെക്കും എന്ന് ഞാൻ ഗഫൂറിനോട് പറയുകയും ഗഫൂർ തിരിച്ച് എഗ്രിമെന്റ് വെച്ചിട്ട് പേപ്പറിൽ എഗ്രിമെന്റ് വെച്ചിട്ടാണ് ഗഫൂറിനോട് തിരിച്ചു പറഞ്ഞു, ഞാൻ സ്വരാജ് തോറ്റു കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്താണ് വിജയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്റെ പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ലക്ഷപ്രാന്തിക ഹരിത പതാകയുടെ പ്രവർത്തകനായി അതിന്റെ ഒരാളായി തുവൂരിൽ പ്രവർത്തിക്കും സജീവമായിട്ടെന്ന് അവരെനിക്ക് വാഗ്ദാനം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ അവരിന്ന് രാവിലെ തന്നെ എന്നെ തേടി എന്റെ വീട്ടിൽ വരികയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹുസൈന്റെ വീട്ടിൽ ഇതിലേക്ക് പോകുമെന്ന് പറയുകയും അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എത്തിയത്. പ്രിയപ്പെട്ട ഗഫൂർ ഇന്നു മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ച വിവരം അറിയിക്കുകയാണ് സസന്തോഷത്തോടുകൂടി. ഗഫൂർ എന്തെങ്കിലും പറയട്ടെ ഇതിനെ കുറിച്ച്? ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 2013 CPIയിലേക്ക് വരുമ്പോൾ ഒരു പ്രവർത്തകനായിരുന്നു. അതിനുശേഷം ഞാൻ തുവൂർ ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി ആവുകയും ഇപ്പോൾ ഞാൻ അസിസ്റ്റന്റ് സെക്രട്ടറി നിലവിലുണ്ട്. ഞാൻ രാജിവെച്ച് അത് വിളിച്ച് പറഞ്ഞു അവരുടെ പാർട്ടിന്റെ നേതാക്കന്മാർ ഇപ്പൊ ഇന്ന് മുതൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിട്ട് സ്വരാജിന്റെ പരാജയ ഷൗക്കത്തിന്റെ വിജയം നിങ്ങൾ പരിപൂർണമായിട്ട് അംഗീകരിച്ച് നിങ്ങളെ മുക്തമാക്കാൻ ഞാനൊരു വാക്ക് പറഞ്ഞു. ആ വാക്ക് ഏതായാലും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് കാപ്പിൽ കുഞ്ഞാപ്പു ഹാജി ഔദ്യോഗികമായിട്ട് നിങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ ലെറ്റർ നമ്മുടെ മെമ്പർഷിപ്പ് ഇൻഷാ അല്ലാഹ് തരും. അതിനുവേണ്ടി പ്രിയപ്പെട്ട നേതാക്കളുമായി കണ്ട് ചർച്ച നടത്തി അതിന് ഞാനൊരു തീരുമാനം കൊടുക്കുന്നതാണ്. ഞാൻ ഈ പാർട്ടിയിൽ നിൽക്കുന്ന കാലം ആത്മാർത്ഥമായിട്ട് ഞാൻ പാർട്ടി ഇതിൽ പങ്കെടുത്ത